ഹലോ പ്രിയ സുഹൃത്തുക്കളെ, തിമ്പുവിനടുത്തുള്ള മനോഹരമായ സ്ഥലം, തിമ്പുവിനടുത്തുള്ള അതിമനോഹരമായ ഈ സ്ഥലം, തിമ്പുവിനടുത്ത് ക്വെൻസൽ ഫോർട്രാങ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്. പ്രശസ്തമായ ബുദ്ധ ഡോഡർമ എന്നറിയപ്പെടുന്ന ബുദ്ധപ്രതിമ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബുദ്ധപ്രതിമ. അങ്ങനെയല്ല, ഇരിക്കുന്ന ഷേപ്പിൽ ഈ രീതിയിൽ ഇരിക്കുന്ന രീതിയിലുള്ള പ്രതിമകളിൽ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് തിമ്പുവിനടുത്ത് ബുദ്ധ ഡോഡർമ, തിമ്പുവിനടുത്തുള്ള ക്വെൻസൽ ഫോർട്രാങ്ങിലെ ബുദ്ധ ഡോഡർമ. അപ്പോൾ ഇത് വെങ്കലത്തിൽ നിർമ്മിച്ച പ്രതിമയാണ്. 51.5 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. കാരണം ഇത്ര മനോഹരമായ ഒരു സ്ഥലം കണ്ടാൽ ആരായാലും ഫോട്ടോ എടുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനും അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് നമ്മുടെ സുപ്രസിദ്ധനായ ടൂർ മാനേജറായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, തിമ്പുവിനടുത്തുള്ള ക്വെൻസൽ ഫോർട്രാങ്ങിൽ സ്ഥാപിതമായിരിക്കുന്ന വെങ്കല പ്രതിമ, ബുദ്ധഭഗവാന്റെ പ്രത്യേക ഇരിക്കുന്ന പോസ്റ്ററിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ, 51.5 മീറ്റർ ഉയരം. ഇത് ബ്രോൺസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ചെറിയ ധാരാളം പ്രതിമകൾ ചുറ്റുപാടുമുണ്ട്, ധാരാളം പ്രതിമകൾ. അപ്പോൾ തിമ്പുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ ബുദ്ധ ഡോഡർമ എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ഐശ്വര്യമുള്ള മോഹം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ബുദ്ധ ഡോഡർമ ബുദ്ധപ്രതിമ ഇത് 2014 ഇതിൻ്റെ പണി തുടങ്ങിയത്. 2015 ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയായി. വളരെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിരിക്കുന്നു. വളരെ വിശാലമായ ഒരു അങ്കണമുണ്ട് ഇതിൻ്റെ മുന്നിൽ, വളരെ വിശാലമായ ഒരു അങ്കണം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ബുദ്ധമതക്കാരുമായി ബന്ധപ്പെട്ട കൺവെൻഷൻസും ചടങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നും കുറച്ച് ബുദ്ധ സന്യാസിമാർ വന്നിട്ടുണ്ട്, കുറേ പേര്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ബുദ്ധ ഡോഡർമ നിലകൊള്ളുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തിമ്പു നഗരത്തിൻ്റെ അതിമനോഹരമായ ഒരു ദൃശ്യം കാണാം. തിമ്പു നഗരത്തിൻ്റെ ദൃശ്യം, കെട്ടിടങ്ങൾ, എന്താ അതിൻ്റെ ബ്യൂട്ടി എന്ന് നോക്കണം. നല്ല ഐശ്വര്യമുള്ള കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങളൊക്കെ ആ രീതിയിൽ മാത്രമേ പണിയാൻ പറ്റുള്ളൂ. അതിനുള്ള ചില നിയമങ്ങളുണ്ട്. 7 നിലകളിൽ കൂടുതൽ ഉയരത്തിൽ പണിയാൻ പാടില്ല ഏത് കെട്ടിടമാണെങ്കിലും. പിന്നെ അതിൻ്റെ കളറ്, പാറ്റേൺ, അതിൻ്റെ ജനാലകൾ എല്ലാം നോക്കണം. വളരെ അന്യാദൃശമായിട്ടുള്ള ദൃശ്യഭംഗിയാണ്. അപ്പോൾ ചുറ്റുപാടും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, അതിനിടയ്ക്കുള്ള ഒരു ഭാഗമാണ് ആക്ച്വലി ഈ തിമ്പു എന്ന് പറയുന്നത്, ഭൂട്ടാൻ്റെ തലസ്ഥാനം. അപ്പോൾ അവിടെയാണ് ഈ ബുദ്ധ ഡോഡർമ നിലകൊള്ളുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഭംഗിയിൽ പ്രചോദിതരായി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന, വീഡിയോയും എടുത്ത് തകർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യാത്രികരെ കാണാം. ടൂർ മാനേജർ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് മാത്രം എന്നാൽ ഒന്ന് അകത്തേക്ക് കയറിക്കളയാം എന്ന് വിചാരിച്ച് അവർ വരികയാണ്. കാരണം അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്ര മനോഹരമായ ഒരു പ്രകൃതിയാണ്. നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പുമുണ്ട്, കാറ്റുണ്ട്. അങ്ങനെ അതിമനോഹരമായ പ്രകൃതി. ഏതായാലും ഇത് സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം അതിമനോഹരമെന്നേ പറയേണ്ടൂ. തിമ്പുവിൽ മിക്കവാറും ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കാണാവുന്ന തരത്തിലുള്ള
ഒരു പ്രതിമയാണ് ബുദ്ധ ഡോഡർമ. ഇത് വെങ്കലത്തിൽ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരിക്കുന്ന പോസ്റ്ററിലുള്ള ബുദ്ധപ്രതിമയാണ്. 51.5 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അവിടെ അൽത്താര പോലെ ഒരു ഭാഗമുണ്ട്. അത് ബുദ്ധ സന്യാസി വര്യന്മാർ അഭിസംബോധന ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആകണം. അതിനകത്ത് ബുദ്ധ സന്യാസിമാരൊക്കെ നിൽക്കുന്നുണ്ട്. അകത്തേക്കൊന്നും ഫോട്ടോ എടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പാടില്ല. അകത്ത് കയറി നോക്കാം. ഓക്കെ. അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മുടെ ബുദ്ധ ഡോഡർമയുടെ ബേസ്മെൻറ്റിലെത്തിയിരിക്കുകയാണ്. മനോഹരമായ പ്രതിമകൾ, ചുറ്റുപാടും വണങ്ങി നിൽക്കുന്ന മനോഹരമായ പ്രതിമകൾ. ആന, അതിലൊക്കെ ജലം ആണെന്ന് നിറച്ചിരിക്കുന്നു. രണ്ടു വശത്തും രണ്ട് മനോഹരമായ ആനയുടെ പ്രതിമകൾ. ഇവിടെ എന്തോ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏറ്റവും മുന്നിൽ മുകളിലായി രാജാവ്, വാങ്ചുക് രാജവംശത്തിലെ 5ാം തലമുറ രാജാവ്, വാങ്ചുക് രാജവംശത്തിലെ 5ാമൻ രാജാവ്, ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെയുണ്ട്. അതിമനോഹരമായ ഫോട്ടോ, സുന്ദരമായ ഫോട്ടോ, സൗന്ദര്യമുള്ള രാജാവ്, സൗന്ദര്യമുള്ള രൂപം. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോഴത്തെ രാജാവ്. ജിഗ്മേ ഖേസർ വാങ്ചുക് എന്ന പേരുള്ള നമ്മുടെ രാജാവാണ്. വാങ്ചുക് രാജവംശത്തിലെ 5ാമൻ രാജാവാണ്. ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഈ ബേസ്മെൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ ബുദ്ധ ഡോഡർമ, ബുദ്ധൻ്റെ പ്രതിമ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരിക്കുന്ന പ്രതിമ ഇങ്ങനെ ഇരിക്കും. അതിമനോഹരമായ പ്രതിമ, മനോഹരമായ ശാന്തമായ മുഖഭാവത്തോടുകൂടി ജനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ രാജകൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വെടിഞ്ഞ് ജനങ്ങളിലേക്കിറങ്ങിയ സന്യാസി വര്യൻ ശ്രീബുദ്ധൻ രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ജനങ്ങളുടെ ദുഃഖം പരിഹരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ മഹാനുഭാവൻ. അദ്ദേഹം ഗയയിലെത്തി അരയാൽ ചുവട്ടിലിരുന്നു ധ്യാനിച്ചു. അവിടെ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. ഗയ ബുദ്ധഗയ എന്നറിയപ്പെടുന്നു. അരയാൽ ബോധിവൃക്ഷം എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയും. അങ്ങനെ എൻലൈറ്റൻമെൻറ്റ് നേടിയത് കൊണ്ടാണ് ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. ബോധോദയം ലഭിച്ചതുകൊണ്ട് ബുദ്ധൻ. അങ്ങനെ സിദ്ധാർത്ഥൻ ബോധോദയം ലഭിച്ച് സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറി. ലോകമെങ്ങും ബുദ്ധമതം പ്രചരിച്ചു. അങ്ങനെ ടിബറ്റിൽ, അവിടെ നിന്ന് ഭൂട്ടാനിൽ,
അതിമനോഹരമായ പ്രതിമകളെല്ലാം അതീവ സുന്ദരങ്ങളാണ്. അതിൻ്റെ മനോഹാരിത വർണ്ണിക്കാൻ വാക്കുകളില്ല. ചേച്ചി എന്ത് പറയുന്നു ഇതിനെപ്പറ്റി? അടിപൊളി, എന്താണ് അല്ലേ, ഗംഭീരം, സമ്മതിക്കണം. കൊള്ള, ഈ തൊപ്പി വെച്ചപ്പോൾ നന്നായിരിക്കുന്നു. ഉണ്ടാവില്ല. അപ്പം അതാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് വന്ന് കണ്ടത് എന്തായാലും ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇത് കാണാൻ വേണ്ടി മാത്രം തിമ്പുവിൽ ഒന്ന് വന്നാൽ പോലും അത് നഷ്ടമല്ല എന്ന് ഞാൻ പറയും. സുഹൃത്തുക്കളെ, ഇത്ര വിശാലമായ ഒരു കോമ്പൗണ്ടാണ്, ഒരു അങ്കണമാണെന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഗൈഡാണ്, LT എന്നറിയപ്പെടുന്നു. ലാബ്സറിങ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് വിശദീകരിച്ചു തന്നു. ഈ ഡിസ്ക്രൈബ്സ് എവറിത്തിങ് വെരി വെൽ. താങ്ക് യു LT. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, അതാണ് ചില ബുദ്ധ ലാമമാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിമനോഹരമായ സ്ഥലം. ഇനി മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ വേറെ ഒരു ഗൈഡ് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് വിജയ്ജി കാര്യങ്ങൾ നന്നായി വിശദീകരിച്ചു തന്ന 2 ഗൈഡുമാരും വളരെ പ്രസിദ്ധരാണ്. ഹലോ വിജയ്ജി. താങ്ക് യു ഫോർ ഷോയിങ് ദിസ് വെരി beautiful sculpture. Buddha Dodorma. Okay, he describes everything very well. Thank you very much. Please go inside. Okay, thank you. Someone is waiting you. Thank you. ഒന്നുകൂടെ നടന്നിങ്ങ് വരാം. അപ്പോൾ അകത്തേക്ക് പോകാമെങ്കിലും ഒന്നുകൂടെ നടന്നിങ്ങ് വരാം എന്ന് വിചാരിച്ചു. ലേറ്റാ. വെങ്കലത്തിൽ നിർമ്മിച്ച സ്വർണം പൂശിയ ബുദ്ധാഡോഡർമ. വെങ്കലത്തിൽ നിർമ്മിച്ച സ്വർണം പൂശിയ ബുദ്ധാഡോഡർമ. സെക്യൂരിറ്റി. അപ്പോൾ അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് അവിടെ സെക്യൂരിറ്റി റീസൺസ് ഇവിടെ അടച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പ്രാർത്ഥന എന്തോ നടക്കുന്നു, അതാണ് ആ ഒരു മുഴക്കം. പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവിടെ കണ്ടില്ലേ, അവിടെ ഒരു സംഗീതോപകരണം പെരുമ്പറ പോലെയുള്ള അതിൽ ഭയങ്കര ശബ്ദമാണ്, ഗംഭീരമായ ശബ്ദമാണ്. അതുകൊണ്ട് അതിലാണ് അടിക്കുന്നത്. പ്രാർത്ഥനയുടെ സമയത്താണിത്. നമുക്ക് ശ്രീകോവിലൊക്കെ ചെണ്ടയൊക്കെ കൊട്ടും പോലെ തന്നെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ബുദ്ധ ഡോഡർമയുടെ ചുറ്റുപാടും നടക്കുകയാണ്. ബുദ്ധമത ഭിക്ഷുക്കൾ വരുന്നുണ്ട്, ധാരാളം ആളുകളുണ്ട് സന്ദർശനത്തിന്. നമ്മുടെ ആളുകളൊക്കെ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല, അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ഫോട്ടോ മാക്സിമം എടുക്കുകയാണ്. ഞാൻ അകത്ത് ഇതുവരെ കയറിയിട്ടില്ല, എന്നിട്ട് വേണം എനിക്ക് അകത്ത് കയറാൻ. എല്ലാവരും അകത്തൊക്കെ കയറി അവിടെ നടങ്ങുന്ന ചടങ്ങുകളൊക്കെ വീക്ഷിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയും പണി നടക്കുന്നത് കൊണ്ട് അടച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ബുദ്ധ ഡോഡർമയുടെ കാഴ്ചകൾ. ഓക്കെ, ബൈ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ അവിടെ പൂജാതി കർമ്മങ്ങൾ നടക്കുകയാണ്. അകത്ത് ചെറിയ ചെറിയ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന്, കൃത്യ എണ്ണം നോക്കിയില്ല, ബുദ്ധപ്രതിമകൾ ചെറുതുണ്ട്. ഈ വലിയ പ്രതിമയ്ക്ക് പുറമെ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കിൽ നിന്ന് എടുക്കുന്നു. ബുദ്ധ ഡോഡർമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ
ഇരിക്കുന്ന രീതിയിലുള്ള പ്രതിമ. അപ്പോൾ സ്പെഷ്യൽ പൂജ നടക്കുന്നത് നമ്മുടെ രാജാവിൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നു. രാജാവിൻ്റെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 21 ഫെബ്രുവരി 21 തീയതി അതിൻ്റെ സ്പെഷ്യൽ പൂജ നടക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിലും അതിനകത്തേക്ക് വീഡിയോ പ്രവേശനമില്ല. അപ്പോൾ അതാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക് നേരത്തെ പ്രതിമ കാണിച്ചിരുന്നു. അതിസുന്ദരനായ ചെറുപ്പക്കാരനായ 46 വയസ്സുള്ള രാജാവ്. അദ്ദേഹത്തിൻ്റെ രാജ്ഞി ജഡ്സുൻ പെമ ആണ് രാജ്ഞി. അവർക്ക് 36 വയസ്സ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാജാവാണ്, അല്ലാതെ ഏകാധിപതിയായിട്ടുള്ള രാജാവല്ല. 2008 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അത് റിപ്പബ്ലിക് പോലെ എന്ന് തന്നെ പറയാം. അപ്പോൾ തിരഞ്ഞെടുപ്പുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ മന്ത്രിമാർ, പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട്. നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം വേണമെങ്കിൽ രാജാവിന് ഏറ്റവും പരമപ്രധാനമായ അധികാരി എന്ന് പറയാം. ജനാധിപത്യം നടപ്പിൽ വരുത്തി. പ്രധാനപ്പെട്ട ഇവരുടെ മുദ്രാവാക്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണം, യുവജനക്ഷേമം, വികസനം എന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ്. ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സാണ് ഉള്ളത്. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്, GNH എന്ന് പറയും. നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എന്ന് പറയുന്നതിന് പകരം GDPക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഹാപ്പിനെസ്സിനാണ്. അപ്പോൾ അത് ഇവരുടെ ഓരോ പ്രവർത്തനത്തിലും നിഴലിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ നിർമ്മിതിയിലും നിഴലിക്കുന്നുണ്ട്. നോക്കണം എത്ര വിശാലമായ അങ്കണം. അപ്പോൾ രാജാവിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പൂജയുടെ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അകത്ത്. അതിലേക്ക് നമുക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട്, പ്രവേശനമുണ്ട്, വീഡിയോഗ്രാഫി പ്രവേശനമില്ല, അതുകൊണ്ട് കാണിക്കാൻ നിവൃത്തിയില്ല എന്ന് മാത്രം. അപ്പോൾ സുഹൃത്തുക്കളെ, അതാണ് കാര്യം.